ഇന്ന് നമ്മളെ രാവിലെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം എനിക്കിന്നെന്തോ വല്ലാത്തൊരു മടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്തു കേട്ടോ. കാരണം സ്കിപ്പ് ചെയ്യല്ല, ഒരു വകയായിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ. രാവിലെ മുതൽ എല്ലാ കാര്യങ്ങളും ഒരു വക കാട്ടിക്കുട്ടലുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പരിപാടികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ രാമേശ്വരം യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോഡി പെയിനും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒന്നും ലോങ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പയ്യെ ഞാൻ ഇടാം. അപ്പോൾ എന്താണ് ഇതൊക്കെ പിന്നെ 2-3 ദിവസമായിട്ട് നമ്മൾ പോണതിൻ്റെ മുമ്പ് മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് പോയതായിരുന്നേ. പക്ഷേ പിന്നെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ ഉണ്ടാവും, നമ്മൾ പോയി വന്നപ്പോൾ മഴയൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു. പക്ഷേ മഴയൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, കാരണം ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റ് വരും. അപ്പോൾ ഈ തൂത്തതൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം ഒരു 3 മണിയായപ്പോൾ വേഗം മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി. അതിൻ്റെ കൂടെ പുല്ലും പറിച്ചിട്ടിട്ടാണ് തൂത്ത് കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും മാഷ് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിളക്ക് വെക്കേണ്ട ഒരു പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി കിടക്കുന്നതിന് മുമ്പ് മേല് കഴുകിയാൽ മതി. ഇപ്പോൾ എൻ്റെ പണികളും മൊത്തം അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിച്ചതിന് ശേഷം പിന്നെ മേല് കഴുകിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന് പിന്നെ വേഗം അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴുകി വെച്ചു. ഉച്ചയ്ക്ക് ചോറുണ്ട പാത്രങ്ങളാണ്, എല്ലാത്തിനും ഒരു മടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. അതൊക്കെ കഴുകി വെച്ചാൽ എന്താ പറയുക, നമ്മുടെ സ്ലാബും കാര്യങ്ങളും ഒക്കെ തുടച്ച് നമ്മുടെ സിങ്കൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും, രാത്രിക്ക് ഇപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഗ്രില്ലടക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ പൂട്ട് വെച്ചതൊന്ന് പൂട്ടിയതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്താ ഉണ്ടാക്കുക, എന്നും ഉപ്പുമാവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണുള്ള എളുപ്പം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഈ ഉപ്പുമാവ്. പിന്നെ ഈ ആട്ടപ്പൊടി കൊണ്ടുള്ള ദോശ വല്ലാതെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനും ഒരു മടുപ്പാവില്ല. അപ്പം ഞാൻ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നും ഈ ഉപ്പുമാവാകുമ്പോൾ ചിലപ്പോൾ ഉപ്പുമാവ് തന്നെ മടുത്തു പോകും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് നോക്കി, ഫ്രിഡ്ജിലൊന്നുമില്ല, നമ്മുടെ മാവ് മാത്രമേ ഇരിപ്പുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാഷിന് കൊടുക്കാനും പറ്റില്ല. ഞാനും ഇപ്പോൾ രാത്രി അരിഭക്ഷണം നിർത്തിയ കാരണം കൊണ്ട് അപ്പോൾ മാഷിനോട് ഞാൻ ചോദിക്കുന്നത് എന്തുണ്ടാക്കുമെന്ന് ചോദിക്കുകയാണ്. മാഷ് നിനക്കിഷ്ടമുള്ളത് ഉണ്ടാക്കിയോ, നിനക്കിഷ്ടം. ആൾക്ക് പിന്നെ അങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല. എന്തെങ്കിലും രാത്രി എന്താ പറയുക, ഈ ഷുഗർ ഉണ്ടായ കാരണം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി, അരിഭക്ഷണം അല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് തീരുമാനിച്ചു ആട്ടപ്പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ തീരുമാനം എടുത്തതിന് ശേഷം പിന്നെ കുറച്ചധികം തുണികളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി അതാത് റൂമുകളിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. പോയി വന്നതിൻ്റെ തുണികളൊക്കെ നമ്മൾ നേരത്തെ മുകളിൽ കൊണ്ടിട്ടത്, പോയി വന്നതൊക്കെ അലക്കി മുകളിൽ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം നമ്മുടെ നിലവിളക്കൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം നേരെ തന്നെ മാഷിന് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ. കിടക്കുന്നതിന് മുമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂർ നടത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 7:30 കേട്ടോ, 8 മണിയല്ല 7:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി മാഷിന് കൊടുത്തു. കൂടെ ഞാനും കഴിച്ചു കേട്ടോ. നമ്മുടെ ചമ്മന്തിപ്പൊടി ഇല്ലേ, ചട്നിപ്പൊടി ഉള്ളത് സമാധാനമാണ്, പ്രത്യേകിച്ച് ചമ്മന്തി ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ മാഷ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. നമ്മൾ ചുടുക അപ്പം തന്നെ കഴിക്കുക, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞൊരു കഴിക്കാനേ തോന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ചുട്ട് ഓരോന്നോരോന്നായിട്ട് ഞാനും മാഷിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.